ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ KVS NVS അപ്ലൈ ചെയ്തിട്ട് മലയാളം റീജിയൻ ലാംഗ്വേജ് ഓപ്ഷനായിട്ട് എടുത്ത് എഴുതുന്നവർ, ഹിന്ദിക്ക് പകരം മലയാളം റീജിയൻ ലാംഗ്വേജ് ഓപ്ഷനായിട്ട് എടുത്ത് എഴുതാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണണം. അല്ലാത്തവരും കാണുക. ഇത് ജസ്റ്റ് സിലബസ് എന്താണെന്നുള്ളത് മാത്രമല്ല, ഒരു ക്ലാസ് ആയിട്ട് തന്നെ കണക്ക് കൂട്ടിയാൽ മതി. അതുകൊണ്ട് കുറച്ച് സമയം നീണ്ടു പോവുകയും ചെയ്യും. ഓക്കെ, അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുക. കാരണം ഒത്തിരി പേര് അറിഞ്ഞാത്തവരുണ്ട്, അവരിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശമില്ല. ഇത് റവന്യൂ ആഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ചാനലല്ല. പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചാനലും കൂടിയാണ് ഈ ചാനൽ. അപ്പം നിങ്ങൾ ദയവായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഇത് എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം, നമ്മുടെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് KVS NVS അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PRT വിളിച്ചിട്ടുണ്ട്. KVS പ്രൈമറി ടീച്ചർ, അതിന്റെ ക്വാളിഫിക്കേഷൻ DLED. ഓക്കെ, DLED പ്ലസ് CTET 1 ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അത് TGT ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BEd പ്ലസ് CTET 2 ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. PGT ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് PG പ്ലസ് BEd മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് അവിടെ CTET വേണ്ട, KTET വേണ്ട, നെറ്റ് വേണ്ട, സെറ്റ് വേണ്ട, ഒന്നും വേണ്ട. PG പ്ലസ് BEd 50% മാർക്ക് മാത്രം മതി. ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത് ഇതിന്റെ ഏജ് ആണ്. ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഏജ് മെന്നിനെ മാത്രം നോക്കുകയാണെങ്കിൽ PRT 30 വയസ്സും PGT 35 വയസ്സും PGT 40 വയസ്സുമാണ്. പക്ഷേ ഇതിൽ സ്ത്രീകൾക്ക് 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. ആ 10 വർഷത്തെ റിലാക്സേഷൻ ഉള്ളതുകൊണ്ട് തന്നെ PGTക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, TGTക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, PRTക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പം PSCയുടെ പ്രായം കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ഇല്ല, എന്റെ എല്ലാം അവസാനിച്ചു എന്ന് കരഞ്ഞു പറഞ്ഞിരിക്കുന്നവർ ഉണരൂ. എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യുക. സീറ്റ് ഉള്ളവരൊക്കെ അല്ലെങ്കിൽ PG ഒക്കെ ഉള്ളവരെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, പഠിക്കാൻ ആരംഭിക്കുക. അപ്പം ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേർത്ത് പറയാനുള്ള EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ക്ലാസ്സുകൾ ഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ KVS NVS കോച്ചിങ്ങിന് താല്പര്യമുള്ളവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഏകദേശം 10 അവർ, ഒരു ദിവസം 10 മണിക്കൂറോളം ക്ലാസ്സുകൾ വരുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ്. അതിന്റെ റെക്കോർഡ് വെർഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഓൾറെഡി എല്ലാത്തിന്റെയും നോട്ട്സുകൾ, PDF നോട്ട്സുകൾ, അതുപോലെ തന്നെ ഏകദേശം ഒരു 50,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ, 50,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ, ഏകദേശം ഒരു 20,000-ഓളം നിങ്ങളുടെ PYQ നിങ്ങളുടെ KVS NVS മാത്രമല്ല, EMRSന്റെ ക്വസ്റ്റ്യൻ, KVSന്റെ ക്വസ്റ്റ്യൻ, NVSന്റേത്, അതുപോലെ AEES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂളിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ DSSB എന്ന് പറയുന്നത് ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡിന്റെ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഓൾറെഡി ക്വസ്റ്റ്യൻസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഓപ്ഷൻസ് പ്ലസ് അതിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസും ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ അന്വേഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടോ മുന്നേ ചെയ്തിരിക്കുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടോ അതിൽ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ എല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് പ്രാക്ടീസ് ആയിട്ടുള്ള ഈ KVS NVS EMRSന് മീൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള അധ്യാപകരാണ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പരീക്ഷ മലയാളത്തിലും എഴുതാം. നമുക്ക് 1 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് വരുന്ന ICT കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ റീസണിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ അഫയേഴ്സ് ആണ്. ഇത്രയാണ് 1 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മലയാളവും ഓപ്റ്റ് ചെയ്യാം, മലയാളത്തിലും പരീക്ഷ എഴുതാം. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുക്കണം എല്ലാവർക്കും. മൂന്നാമതായിട്ട് റീജിയണൽ ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ മലയാളം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഈ മലയാളത്തിൽ അങ്ങനെ ഹിന്ദി അല്ലെങ്കിൽ മലയാളം തിരഞ്ഞെടുക്കുന്നത്, ഹിന്ദി ക്ലാസ് ഓൺഗോയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദി നിങ്ങൾക്ക് കിട്ടും, ഫുൾ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ മലയാളത്തിന്റെ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഇനി ഹിന്ദിയുടെ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ബട്ട് മലയാളം എന്ത് പഠിക്കണമെന്ന് അറിയത്തില്ല. ആ മലയാളത്തിൽ എന്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് വ്യക്തമായിട്ട് ക്ലാസ് പോലെ തന്നെ കേട്ടിരിക്കുക. ഓക്കെ, മലയാളം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ മലയാളം പഠിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഹിന്ദിയുടെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സിലബസിൽ പറഞ്ഞിരിക്കുന്നതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് 1 by 1 ആയിട്ട് ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. മലയാളം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ വർണ്ണം മുതൽ തുടങ്ങണം. ഓക്കെ, വർണ്ണം മുതൽ നമ്മൾ മലയാളം പഠിച്ച്, അതായത് പിരിക്കാൻ കഴിയാത്ത ശബ്ദങ്ങളെയാണ് നമ്മൾ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഏറ്റവും ചെറിയ ധ്വനിയാണ് നമ്മൾ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ആ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ചന്ദ്രകലയിട്ട വ്യഞ്ജനങ്ങള്, സ്വരങ്ങള്, ചില്ലുകള്, അനുസ്വാരങ്ങള്, ഇവയൊക്കെയാണ് നമ്മൾ സാധാരണ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ വർണ്ണങ്ങൾ പഠിക്കണം. രണ്ടാമതായിട്ട് വരുന്നത് അക്ഷരങ്ങള്. രണ്ടാമതായിട്ട് അക്ഷരം പഠിക്കണം. അപ്പൊ ഒന്നാമതായിട്ട് വർണ്ണങ്ങൾ എന്താണെന്ന് പറഞ്ഞു, രണ്ടാമതായിട്ട് അക്ഷരങ്ങൾ പഠിക്കണം. അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അക്ഷരങ്ങൾ? അതായത്
അതായത് സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ അല്ലെ, സ്വരങ്ങൾ ചേർന്നിട്ടുള്ള വ്യഞ്ജനങ്ങളോ ചേരുന്നതിനെയാണ് നമ്മൾ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. കാരണം ഈ അക്ഷരത്തെ വർണ്ണങ്ങളായിട്ട് പിരിക്കാൻ കഴിയും അല്ലെ. അക്ഷരത്തെ ഇപ്പം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർണ്ണമാണ് അല്ലെ. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർണ്ണമാണ്. അതിന്റെ അക്ഷരം സോറി ഒരു സെക്കൻഡ്. ഓക്കെ സോറി, ആയി നിൽക്കണ്ട. ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർണ്ണമാണ്. ട് അത് അക്ഷരമായിട്ട് പിരിക്കുകയാണെങ്കിൽ ത എന്ന് പറയും അല്ലെ. ഇപ്പൊ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക പ്ലസ് ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർണ്ണമാണ്. അത് അക്ഷരമായിട്ട് നമ്മൾ കായായിട്ട്. അപ്പൊ ആ ഒരു കാര്യം, അതായത് സ്വരാക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ ഒരേ സമയം വർണ്ണവുമാണ് അക്ഷരവുമാണ്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ട ആ കാര്യങ്ങളിൽ. ഓക്കെ, അപ്പം അതിൽ ആ വർണ്ണങ്ങളും സ്വരങ്ങളും പഠിക്കണം. സ്വരങ്ങൾ എന്ന് വെച്ചാൽ സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരങ്ങൾ എന്ന് പറയുന്നത്. സ്വരങ്ങളെ നമ്മൾ ഹ്രസ്വ സ്വരങ്ങളെന്നും ദീർഘ സ്വരങ്ങളെന്നും രണ്ടായിട്ട് ആ ഇ ഉ ഇർ എ ഓ ഇതൊക്കെ ഹ്രസ്വങ്ങളാണ്. ദീർഘങ്ങൾ എന്ന് പറയുന്നത് ആ ഇ ഉ എ ഐ ഓ ഔ ബാക്കിയുള്ളത്, അതായത് ഹ്രസ്വത്തിൽ നിന്ന് ബാക്കിയുള്ളത് അതാണ് ദീർഘ സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സ്വരാക്ഷരങ്ങളെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കും. സ്വരാക്ഷരങ്ങളെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കാറുണ്ട് സാധാരണയായിട്ട്. അതായത് സമാന അക്ഷരങ്ങള്, സന്ധ്യാക്ഷരങ്ങള്. സമാനാക്ഷരങ്ങൾ ആ മുതൽ ഇന്ന് വരെയുള്ളത് സമാനാക്ഷരങ്ങള്. അതുപോലെ സന്ധ്യാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിരിക്കും. സന്ധ്യാക്ഷരങ്ങള്, സമാനാക്ഷരങ്ങൾ എന്ന് പറയുമ്പോഴത്തെ ആ മുതൽ ഇറ് വരെയുള്ളത്. സന്ധ്യാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ എ മുതൽ ഔ വരെയുള്ളത് സമാനാക്ഷരങ്ങൾ. ഓക്കെ, അപ്പൊ അങ്ങനെയും തിരിക്കാം, അതും പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ പഠിക്കേണ്ട കാര്യമാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. ചുട്ടെഴുത്ത് എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ പഠിപ്പിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ആ സിലബസ് മാത്രം പറയുകയാണ്. ചുട്ടെഴുത്ത് പഠിക്കണം. ചുട്ടെഴുത്ത് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ആ അല്ലെ, ആ ഇ എ അല്ലെ, ഇത്രയും അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇതെന്നാണ് സ്വരാക്ഷരങ്ങളാണല്ലോ. ഈ സ്വരങ്ങളെയാണ് നമ്മൾ സാധാരണ ചുട്ടെഴുത്ത്, ചൂണ്ടുന്ന എഴുത്ത് അല്ലെ, ചൂണ്ടുന്ന എഴുത്തെന്നാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. അകലെയുള്ളതിനെ ഈ എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തുള്ളതിനെയൊക്കെ ആ ഒരു ചോദ്യത്തേക്ക് സൂചിപ്പിക്കുകയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മൾ ചുട്ടെഴുത്ത് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അതുപോലെ ചുട്ടെഴുത്ത് പഠിക്കണം. അതുപോലെ ലിപി പഠിക്കണം. ലിപി പഠിക്കണം. ലിപിയെ കുറിച്ച് പഠിക്കണം അല്ലെ. നമുക്കറിയാം അക്ഷരത്തിന്റെ ആത്മാവ് അല്ലെ, അക്ഷരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നതാണ് ഉച്ചാരണം എന്ന് പറയുന്നത് അല്ലെ. ആ ഉച്ചാരണത്തിന്റെ രൂപത്തെയാണ് നമ്മൾ ലിപി എന്ന് പറയുന്നത്. അതായത് വർണ്ണങ്ങളെയും അക്ഷരങ്ങളെയും എഴുതി കാണിക്കുന്ന ഒരു രേഖാചിത്രമാണ് ലിപി എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ലിപിയെ കുറിച്ച് പഠിക്കണം അല്ലെ. അതായത് വർണ്ണങ്ങളുള്ള ലിപിയുണ്ട്, അക്ഷരങ്ങൾ എഴുതുന്ന ലിപിയുണ്ട്. സാധാരണ ഇംഗ്ലീഷുകാർക്കൊക്കെ അറിയാം. ഇംഗ്ലീഷ് ഭാഷയുടെ, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വർണ്ണങ്ങൾ മാത്രമുള്ള ലിപിയാണ് ഇംഗ്ലീഷ് ഭാഷ. എന്നാൽ അക്ഷരങ്ങൾ എഴുതുന്ന ലിപിയാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക എന്ന് പറയുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ക എന്ന് പറയുന്നത് മലയാളത്തെ സംബന്ധിച്ച അക്ഷരമാണ്. എന്നാൽ ഇംഗ്ലീഷിലാണെങ്കിലോ കെ അല്ലെ, കെ എന്ന് പറയുന്നത് ഒരു അക്ഷരമല്ല, അതൊരു വർണ്ണമാണ് കെ അല്ലെ. ഇപ്പൊ കല എന്ന് പറയുന്നത് കല എന്ന് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് അക്ഷരം കൊണ്ട് അല്ലെ, രണ്ട് അക്ഷരം കൊണ്ട് മലയാളത്തിൽ എഴുതും. പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിലോ കെ എ എൽ എ അല്ലെ. ഇതെത്രയാണ്? കെ എന്ന് പറയുന്ന ഒരു വർണ്ണം, എ എന്ന് പറയുന്ന അടുത്ത വർണ്ണം, എൽ എന്ന് പറയുന്ന അടുത്ത വർണ്ണം, എ എന്ന് പറയുന്ന മറ്റൊരു വർണ്ണം. അപ്പൊ 4 വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് അതുണ്ടാവുന്നത്, കല ഉണ്ടാവുന്നത് ഇംഗ്ലീഷിൽ എഴുതും അല്ലെ. അപ്പൊ ആ ഒരു പ്രത്യേകതകൾ അവിടെ അതൊന്ന് പഠിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക്, വ്യഞ്ജനത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, വ്യഞ്ജനം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ കറക്റ്റ് തിരിവുകൾ പഠിക്കണം അല്ലെ. കവർക്കം, ചവർക്കം, ഡവർക്കം, തവർക്കം, പവർക്കം പഠിക്കണം. പിന്നെ ഖരം, അധികരം, മൃദു, കോശം, അനുനാസികം പഠിക്കണം. പിന്നെ അതിന്റെ ഉച്ചാരണം പഠിക്കണം. അപ്പൊ കവർക്കത്തെ നമ്മൾ കണ്ഠ്യാക്ഷരങ്ങൾ എന്ന് വിളിക്കും. കണ്ഠ്യാക്ഷരങ്ങളിൽ ഈ വ്യഞ്ജനങ്ങളിൽ മാത്രമല്ല കണ്ഠ്യാക്ഷരങ്ങളുള്ളത്. സ്വരാക്ഷരങ്ങളിലും കണ്ഠ്യാക്ഷരങ്ങളുണ്ട്. ഇതൊക്കെ കണ്ഠ്യാക്ഷരങ്ങളാണ്. അത് ചവർക്കത്തിൽ വരുന്ന താലവ്യങ്ങളെ പഠിക്കണം, തവർക്കത്തിൽ വരുന്ന മൂർധന്യങ്ങളെ പഠിക്കണം, തവർക്കത്തിൽ വരുന്ന ദന്ത്യങ്ങളെ കുറിച്ച് പഠിക്കണം, പവർഗത്തിൽ വരുന്ന ഓഷ്ട്യത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ മാധ്യമ അക്ഷരങ്ങളെ കുറിച്ച് യാ രാ ല വ എന്ന് പറയുന്നതാണ് മാധ്യമ അക്ഷരങ്ങൾ. ഷ ഷ സ എന്ന് പറയുന്ന ഉഷ്മാക്കളെ കുറിച്ച് പഠിക്കണം. ഹ എന്ന് പറയുന്ന ഘോഷിയെ കുറിച്ച് പഠിക്കണം. ള ഴ റ എന്ന് പറയുന്ന ദ്രാവിഡ മാധ്യമത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ കണ്ഠ താലവി എന്ന് പറഞ്ഞ അക്ഷരങ്ങളുണ്ട്. എ ഐ എ എന്നൊക്കെ പറയുന്ന കണ്ഠ താലവ്യങ്ങൾ എന്ന് പറയും. അതുപോലെ കണ്ട ഓഷ്ട്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഓ ഔ അങ്ങനെ പഠിക്കണം. പിന്നെ ഉള്ള പ്രധാന ഭാഗം എന്ന് പറയുന്നത് സ്വരീകൃത വ്യഞ്ജനങ്ങൾ. സ്വരീകൃത വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്വരീകൃത വ്യഞ്ജനങ്ങൾ മലയാളം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വരീകൃത വ്യഞ്ജനങ്ങൾ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ ഇത് ഈ രീതിയിൽ പഠിച്ചു കാണത്തില്ല. അതിന് നമ്മൾ സാധാരണ പറയാനുള്ള ചില്ലക്ഷരങ്ങൾ, ചില്ലുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. ചില്ലക്ഷരങ്ങൾ ഇൽ, ഇൻ, ഇൻ, ഇൽ, ഇർ ഇങ്ങനെയൊക്കെയുള്ള ചില്ലക്ഷരങ്ങൾ, അതിനെയാണ് നമ്മൾ സ്വരീകൃത വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇതാണ് ബേസിക് ആയിട്ടുള്ള അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഗ്രാമറിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നാമമാണ്. നമ്മൾ ഹിന്ദിയിലെ സജ്ഞ എന്ന് പറഞ്ഞ് പഠിക്കുന്ന നാമമാണ് പിന്നെ പഠിക്കേണ്ട നാമം. ഓക്കെ, നാമം നമുക്കറിയാം, ദ്രവ്യത്തിന്റെയോ അല്ലെങ്കിൽ ക്രിയയുടെയോ അല്ലെങ്കിൽ ഗുണം അതിന്റെയൊക്കെ പേരായ ശബ്ദത്തെയാണ് നമ്മൾ, ദ്രവ്യത്തിന്റെ പേരാണെങ്കിൽ ദ്രവ്യനാമം, ക്രിയയുടെ പേരാണെങ്കിൽ ക്രിയാനാമം, ഗുണത്തിന്റെ പേരാണെങ്കിൽ ഗുണനാമം, അങ്ങനെ നമ്മൾ പഠിക്കണം. പിന്നെ ഈ ദ്രവ്യനാമത്തെ അല്ലെ, ദ്രവ്യനാമത്തെ നമ്മൾ 3ആയിട്ട് തിരിക്കും. ദ്രവ്യനാമം എന്ന് പഠിക്കണം, അതുപോലെ ക്രിയാനാമം പഠിക്കണം, അതുപോലെ ഗുണനാമം പഠിക്കണം. ഇനി അതുപോലെ തന്നെ ഈ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ തിരിക്കും. ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ തിരിക്കാറുണ്ട്. എന്താണ്? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതാണ്, അതായത് എന്താ പറയാ, സംജ്ഞാനാമം,
അല്ലേ? സംജ്ഞാനാമം, അതുപോലെ തന്നെ മേയനാമം, അതുപോലെ തന്നെ സാമാന്യനാമം എന്ന് പറഞ്ഞ് വീണ്ടും അതിനകത്തിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കണം, അത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സർവ്വനാമം. നമ്മൾ സർവ്വനാമം എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ പഠിച്ചില്ലേ, അത് തന്നെയാണ് സർവ്വനാമം പഠിക്കണം. സർവ്വനാമം പഠിക്കുമ്പോഴത്തേക്ക് സർവ്വനാമത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കും. എന്താണ്? ഉത്തമ പുരുഷൻ, അല്ലേ? ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ പഠിച്ചില്ലേ, ഉത്തമ പുരുഷൻ, അതുപോലെ തന്നെ മധ്യമ പുരുഷൻ, അതുപോലെ തന്നെ പ്രഥമ പുരുഷൻ, അല്ലേ? ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ 3 തരത്തിൽ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാമത്തിന്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഗുണനാമം എന്ന് പറയുന്നത്, അല്ലേ? ദ്രവ്യനാമം എന്ന് പറഞ്ഞു. പിന്നെ ഗുണനാമം പഠിക്കണം, ഗുണനാമത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ 3ാമത്തെ കാറ്റഗറിയായ ക്രിയാനാമത്തെ കുറിച്ച് പഠിക്കണം. അവിടെ അത്രയും പഠിക്കണം. പിന്നെ വരുന്നത് പിന്നെ പഠിക്കാനായിട്ട് വരുന്നത് ശബ്ദങ്ങളാണ്. അടുത്ത മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. ആ ശബ്ദങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കണം. ശബ്ദം എന്ന് പറയുന്നത് നമുക്കറിയാം, ശബ്ദത്തെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കും, അല്ലേ? ശബ്ദത്തെ 2ആയിട്ട് തിരിക്കും. ഒന്നാമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാചകം എന്ന് പറയുന്നത്. ശബ്ദത്തെ വാചകം എന്നും അതുപോലെ ദ്യോതകം എന്നും 2ആയിട്ട് ശബ്ദത്തെ തരംതിരിക്കും. അതിനെക്കുറിച്ച് പഠിക്കണം. വാചകവും ദ്യോതകവും പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ദ്യോതകത്തെ വീണ്ടും 2ആയിട്ട് തിരിക്കും. ദ്യോതകത്തെ 2ആയിട്ട് തിരിക്കുന്നതാണ് നിപാതം. നിപാതത്തെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അവ്യയത്തെ കുറിച്ച് പഠിക്കണം, അല്ലേ? ഇനി അതില് നിപാതം എന്താണെന്ന് പഠിക്കണം. അവ്യയം എന്താണ്? സെപ്പറേറ്റ്. അതായത് നിപാതത്തെ നമ്മൾ വീണ്ടും 3ആയിട്ട് തിരിക്കും. എന്താണ്? സമുച്ചയ നിപാതം, വികല്പം, അല്ലേ? വികല്പം, അതുപോലെ തന്നെ അവധാരണം, ഇങ്ങനെ പഠിക്കും നമ്മൾ നിപാതത്തെ. അതുപോലെ തന്നെ അവ്യയം, അല്ലേ? 2ാമത്തെ ആളാണ് അവ്യയം. ആ അവ്യയത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ അതിന്റെ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് വരുന്ന മറ്റേ ഗതിയെ കുറിച്ച് പഠിക്കണം. ഗതി പഠിക്കണം. അതുപോലെ തന്നെ ഘടകം പഠിക്കണം. അതുപോലെ തന്നെ വ്യാക്ഷേപകം പഠിക്കണം. വ്യാക്ഷേപകം പഠിക്കണം. ഗതി, ഘടകം, വ്യാക്ഷേപകം, പിന്നെ കേവലം, ഇത് 3ഉം പഠിക്കണം. ഓക്കെ. അതായത് ഗതിയിലും ഘടകത്തിലും വ്യാക്ഷേപത്തിലും വരാത്ത ആൾക്കാരാണ് നമ്മൾ കേവലം എന്ന് പഠിക്കുന്നത്, വിശേഷങ്ങളെ. മനസ്സിലായില്ലേ? ഓക്കെ. രാമൻ വന്നുവോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, അതാണ് ആ അത്തരത്തിലൊക്കെയുള്ള കേവലം. ഓക്കെ. പിന്നെ ഉള്ളതാണ് മെയിൻ ആയിട്ടുള്ള ക്രിയ. പിന്നെ വരുന്നതാണ് ക്രിയ എന്ന് പറയുന്ന ഭാഗം. ക്രിയ, അല്ലേ? ക്രിയയുടെ ധാതുവും ക്രിയയും ക്രിയനാമവും ഒക്കെ നമ്മളവിടെ പഠിക്കണം. നമുക്കറിയാം ക്രിയയെ അർത്ഥം അനുസരിച്ച് 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. അതാണ് സകർമ്മകം, അകർമ്മകം, അല്ലെ? സകർമ്മകം, അകർമ്മകം എന്ന് പറഞ്ഞ് 2ആയിട്ട് തിരിക്കാറുണ്ട്. അങ്ങനെ സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും ആദ്യം പഠിക്കണം. അത് എന്താണ്? അർത്ഥം അനുസരിച്ചുകൊണ്ടാണ്, അർത്ഥം മീനിങ് വെച്ചുകൊണ്ടാണ് സകർമ്മകം അകർമ്മകം എന്ന് തിരിക്കുന്നത്. അതുപോലെ സ്വഭാവം, നേച്ചർ അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച് ക്രിയയെ തിരിക്കാറുണ്ട്. എന്താണ്? കേവലമെന്നും അതുപോലെ തന്നെ പ്രയോജകം, കേവലമെന്നും പ്രയോജകമെന്നും 2ആയിട്ട് തിരിക്കാറുണ്ട്. ഓക്കെ. ഇനി ഈ കേവലക്രിയയെ തന്നെ പ്രയോജക ക്രിയ, ഈ കേവലക്രിയയെ തന്നെ 2ആയിട്ട് വീണ്ടും തിരിക്കും. കേവലക്രിയയെ കാരിത ക്രിയ എന്നും അതുപോലെ തന്നെ അകാരിത ക്രിയ എന്നും 2ആയിട്ട് തിരിക്കും. ഓക്കെ. കാരിതം, അകാരിതം. ഓക്കെ. ഇനി അപ്പം നമ്മള് സ്വഭാവം അനുസരിച്ച് 2, കേവലം പ്രയോജകം, അത് തന്നെ കേവലം പ്രയോജകം. അർത്ഥം അനുസരിച്ച് 2, സകർമ്മകം, അകർമ്മകം. ഓക്കെ. ഇനി പ്രാധാന്യം അനുസരിച്ചും തിരിക്കും. പ്രാധാന്യം അനുസരിച്ച് ക്രിയയെ വീണ്ടും തിരിക്കാറുണ്ട്. നമ്മളെന്താണ്? മുറ്റുവിന, അതുപോലെ തന്നെ പറ്റുവിന, അല്ലെ? പറ്റുവിന എന്ന് പറഞ്ഞ് നമ്മൾ തിരിക്കാറുണ്ട്. ഈ പറ്റുവിനെ നമ്മൾ വീണ്ടും തരംതിരിക്കാറില്ലേ? പറ്റുവിനെ എന്തൊക്കെയാണ്? എന്താണ്? സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മൾ 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. പേരച്ചം, അല്ലെ? പേരച്ചമെന്നും വിനയച്ചമെന്നും 2ആയിട്ട് തരംതിരിക്കും പറ്റുവിനെ. ഓക്കെ. ഇനി അതില് വിനയച്ചത്തെ വീണ്ടും പഠിക്കണം നമ്മൾ. വിനയച്ചം വലുതായിട്ട് പഠിക്കണം. വിനയച്ചം എടുത്തു കഴിഞ്ഞാൽ വിനയച്ചത്തെ വീണ്ടും നമ്മൾ തരംതിരിക്കും. വിനയച്ചത്തെ എങ്ങനെയൊക്കെ തരംതിരിക്കും? മുൻവിനയച്ചം, അതുപോലെ പിൻവിനയച്ചം, അതുപോലെ മുൻവിനയച്ചം, പിൻവിനയച്ചം, പിന്നെ തൻവിനയച്ചം, പിന്നെ വരുന്നത് നടുവിനയച്ചം. പിന്നെ ഒന്നുകൂടെ പാക്ഷിക വിനയച്ചം, അല്ലെ? പിന്നെ പാക്ഷിക. അപ്പൊ ഇങ്ങനെ വിനയച്ചത്തെ തരംതിരിക്കണം. ഇത്രയാണ് ക്രിയയിൽ പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് കൃത്താണ്. ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് വരുന്നത് കൃത്താണ്. കൃത്ത് മീൻസ് കൃത്തിനെ നമ്മൾ വിളിക്കുന്ന ക്രിയാനാമമാണ്. ക്രിയാനാമത്തെയാണ് നമ്മൾ കൃത്ത് എന്ന് പറയുന്നത്. കൃത്തിനെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. കൃത്തിനെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കും. കൃതികൃത്ത് എന്ന് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ കാരകകൃത്ത് എന്ന് പറഞ്ഞ കൃതിയെ തിരിക്കും. കൃതികൃത്ത്, കാരകകൃത്ത് എന്ന് പറഞ്ഞ 2. അപ്പൊ അതിനെക്കുറിച്ച് അവിടെ പഠിക്കണം. പിന്നെ അപ്പൊ ക്രിയാനാമമായി. ഇനി നാമധാതുവിനെ കുറിച്ച് പഠിക്കണം. നാമധാതു എന്താണെന്ന് പഠിക്കണം. നാമവും നാമധാതുവും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏറ്റവും വലിയ പോയിന്റാണ് വിഭക്തി എന്ന് പറയുന്നത്. വിഭക്തി എന്ന് നിങ്ങൾ പറയാം, അല്ലെ? എ ഒടുക്കുനാലുടെ, എന്റെ ഉടെ, ഇൽക്കൽ എന്ന് പറഞ്ഞു നിപ്രസം, ഉപ്രസം, ആ എന്ന് പറഞ്ഞ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. അതിന്റെ പ്രത്യേകങ്ങളാണ്. നിർദ്ദേശിക പ്രത്യേകം ഇല്ല, പ്രതിഗ്രാഹികോട്ടാണ് പ്രത്യേകം വരുന്നത്. അതാണ് നമ്മൾ ഒരു പാട്ട് പോലെ പഠിക്കില്ലേ? എ ഒട്, ഇക്ക്, ഇന്, ആൽ, ഇന്റെ, ഇടെ, ഉടെ, ഇൽക്കൽ. എ ഒടുക്കുനാലുടെ, ഇന്റെ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. അത് കാണാപ്പാടം പഠിക്കാൻ വേണ്ടി നിപ്രസം, ഉപ്രസം, ആ എന്ന് പറഞ്ഞ, അതായത് നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. അവിടെ വിഭക്തി പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രകാരം. ഏറ്റവും വലിയ സാധനമാണ് പ്രകാരം എന്ന് പറയുന്നത്. പ്രകാരം നമ്മൾ സാധാരണയായിട്ട് 6 വിധത്തിൽ പ്രകാരത്തെ പറയാറുണ്ട്. ഞാൻ എഴുതുന്നില്ല. അത് നിർദ്ദേശക പ്രകാരം, നിയോജക പ്രകാരം, വിധായക പ്രകാരം, അരിജ്ഞായക പ്രകാരം, ആശംസക പ്രകാരം, അതുപോലെ തന്നെ
എന്താ പറയാ പ്രാർത്ഥക പ്രകാരം, ഇങ്ങനെ പ്രാർത്ഥകത്തെ നമ്മൾ പ്രകാരത്തെ നമ്മൾ 6 ആയിട്ട് തരംതിരിക്കും. അപ്പൊ അത് പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേകങ്ങളും കാര്യങ്ങളും ഉദാഹരണങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം. അത് നമ്മളൊരു പാട്ടായിട്ട് കണ്ണീരും കിനാവും അങ്ങനെ ഒരു പാട്ടായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. പിന്നെ ഉള്ളത് അടുത്ത് വരുന്നത് തഥ്യമാണ്. തഥ്യതം. പിന്നെ തഥ്യതം പഠിക്കണം. തഥ്യതം പഠിക്കുമ്പോഴത്തേക്കും തഥ്യതത്തെയും 6 തരത്തിൽ തരംതിരിക്കാറുണ്ട്. തന്മാത്ര തഥ്യതം, തത്വതഥ്യതം എന്ന് പറയുന്നത് നാമനിർണയ തഥ്യതം, പൂരണി തഥ്യതം, സംഖ്യാ തഥ്യതം, അതുപോലെ സാർവനാമിക തഥ്യതം. അങ്ങനെ തഥ്യതവും 6 തരത്തിലുണ്ട്. തഥ്യതത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ ഉള്ളത് ഭേദകമാണ്. ഭേദകത്തെ കുറിച്ച് പഠിക്കണം. ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണം, അത്രയുള്ള അർത്ഥം. വിശേഷണത്തെ കുറിച്ച് പഠിക്കണം. നമ്മൾ ഹിന്ദിയിലും പഠിച്ചുള്ള വിശേഷണം അല്ലെ. ഇതില് ഭേദകം മലയാളത്തിൽ 3 തരത്തിലാണ്. നാമവിശേഷണം, അതുപോലെ ക്രിയാവിശേഷണം, വിശേഷണം അല്ലെങ്കിൽ ഭേദക വിശേഷണം എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പൊ നമ്മൾ പഠിക്കണം വിശേഷണങ്ങൾ. ആ വിശേഷണങ്ങള് നമ്മൾ 7 വിധത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ശുദ്ധം, സാഖ്യം, പരിമാണികം, വിഭാഗകം, നാമാങ്കജം, സർവനാമികം എന്ന് പറഞ്ഞ് പഠിക്കും. അവിടെ അത്രയും പഠിക്കണം. പിന്നെ ഉള്ളത് വചനമാണ്. പിന്നെ പഠിക്കേണ്ടത് വചനമാണ്. വചനം, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പിന്നെ അതിൽ തന്നെ സലിംഗ ബഹുവചനമുണ്ട്, അലിംഗ ബഹുവചനമുണ്ട്, പൂജക ബഹുവചനം. പിന്നെ ലിംഗങ്ങൾ പഠിക്കണം. ലിംഗം പഠിക്കണം. പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗം കേൾക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും നമുക്കറിയാം. അപ്പൊ ജാമാതാവ് എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? അത് പുല്ലിംഗമാണ്. ജാമാതാവിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് സ്നുഷയാണ്. ചാക്യാർ എന്ന് വെച്ചാൽ പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗം ഇല്ലടമ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീലിംഗം, പുല്ലിംഗം പഠിക്കണം. പിന്നെ നാനാർത്ഥങ്ങൾ പഠിക്കണം. പിന്നെ വരുന്ന വലിയ കാര്യമാണ് നാനാർത്ഥങ്ങൾ. നാനാർത്ഥം അത് വക്കാവലിയുടെ നാനാർത്ഥം. ഇപ്പൊ ഗുണം അല്ലെ, സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണ അല്ലെ, പ്രകൃതി എന്ന് പറഞ്ഞ സ്വഭാവം, കാരണം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. അങ്ങനെ നാനാർത്ഥങ്ങൾ പഠിക്കണം. ഇപ്പൊ കുരുടി എന്ന് വെച്ചാൽ കുതിരയെ കുരുടി എന്ന് പറയും, അല്ലെങ്കിൽ കണ്ണ് കാണാത്തവളെ നമ്മൾ കുരുടി എന്ന് പറയത്തില്ലേ. അങ്ങനെയുള്ള നാനാർത്ഥങ്ങൾ പഠിക്കണം. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് കാരകത്തെ കുറിച്ച് പഠിക്കണം. കാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാരകത്തെ നമ്മൾ 7 തരത്തിൽ പറയാറുണ്ട്. കർത്യകാരകം, കർമ്മകാരകം, കാരണകാരകം അല്ലെ, കരണകാരകം, സാക്ഷികാരകം, സ്വാമികാരകം, പിന്നെ അധികരണകാരകം. ഇങ്ങനെ 7 തരത്തിൽ കാരകമുണ്ട്. അത് പഠിക്കണം. പിന്നെ അവിടെ വരുന്ന ഖിലധാതു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഖിലധാതു എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കാറുണ്ട്. അതിന്റെ ഖിലധാതു, അതിന്റെ രൂപങ്ങളും അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്താണ് ഖിലധാതു. ഖില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖില എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലായിടത്തും ഇല്ലാത്തതെന്നുള്ളതാണ്. എല്ലായിടത്തും ഇല്ലാത്ത, അതാണ് ഖില എന്ന് പറയും. ഇപ്പൊ വേൺ എന്ന് പറയുന്നതാണ് ഒരു ഖിലധാതുവാണ്. വേൺ എന്ന് പറഞ്ഞാൽ ഖിലധാതു. അതിന്റെ രൂപം എന്താണെന്ന് വെച്ചാൽ വേണം, വേണ്ടുന്ന, വേണ്ട, വേണ്ടുന്ന, ഇങ്ങനെയൊക്കെ. അപ്പൊ എൻ എന്ന് പറഞ്ഞ ഒരു ഖിലധാതുവാണ്. അതിന്റെ രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിൽ, എന്നാൽ, എന്ന. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യം കുറെ ഉണ്ട്. ഓക്കെ, അത് പഠിക്കണം. പിന്നെ ഉള്ളത് ആകാംക്ഷ. ജസ്റ്റ് ഒരു കുഞ്ഞു കാര്യമാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. ആകാംക്ഷ പഠിക്കണം. അതായത് ആകാംക്ഷ വെച്ച് ഒന്നുമില്ല, ഒരു വാക്യം, ആ വാക്യത്തിലെ പദങ്ങൾ തമ്മിലുള്ള ബന്ധം, റിലേഷൻ ബിറ്റ്വീൻ വേർഡ്സ്, അതാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അവിടെ പഠിക്കണം. പിന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അനുപ്രയോഗം പഠിക്കണം. പിന്നെ അതുപോലെ പ്രാക് പ്രയോഗം പഠിക്കണം. അതായത് അനുപ്രയോഗം, പ്രാക് പ്രയോഗം, സംയുക്ത പ്രയോഗം അല്ലെങ്കിൽ സംയുക്ത ക്രിയ എന്നൊക്കെ നമ്മൾ പറയും. അത്രയും അവിടെ കൂട്ടുക്രിയ, സംയുക്ത ക്രിയ, അത് ചേർത്ത് പഠിക്കണം. പിന്നെ ഈ അനുപ്രയോഗം തന്നെ അതിനെ വേർതിരിച്ച് പഠിക്കണം. അനുപ്രയോഗം പ്രധാനമായിട്ടും 4 വിധത്തിലാണ് അനുപ്രയോഗം ഉള്ളത്. ഭേദക അനുപ്രയോഗം, കാലാനുപ്രയോഗം, പൂരണാനുപ്രയോഗം, നിഷേധ അനുപ്രയോഗം. അപ്പൊ അങ്ങനെ അനുപ്രയോഗങ്ങൾ പഠിക്കണം. പിന്നെ വരുന്ന ഭാഗമാണ് സന്ധി പഠിക്കണം. അതുപോലെ സമാസം പഠിക്കണം. സന്ധിയും സമാസവും പഠിക്കണം. പിന്നെ ഇവിടെ വരുന്നതാണ് ചിഹ്നങ്ങൾ പഠിക്കണം അല്ലെ. നമ്മളിപ്പം ഫുൾ സ്റ്റോപ്പ്, ബിന്ദു, മലയാളത്തിൽ ബിന്ദു എന്നും പറയും, ഇംഗ്ലീഷിൽ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ നമ്മൾ അതിനെ പറയുന്നത് പൂർണ്ണവിരാമം എന്നാണ്. പൂർണ്ണവിരാമം എന്നാണ് അതിനെ പറയുന്നത്. പുത്രത്തിൽ അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ അങ്ങനെ പൂർണ്ണവിരാമം. ഭിത്തിക എന്ന് വെച്ചാൽ കോളം, അപൂർണ്ണ വിരാമം. പിന്നെ അർത്ഥവിരാമം, സെമി കോളൻ, രോധിനി എന്ന് പറയും. പിന്നെ അല്പവിരാമം അല്ലെ, അങ്കുശം, കോമ അല്ലെ, അങ്കുശം എന്ന് പറയുന്നത് ചോദ്യചിഹ്നം. കാതു ചോദ്യചിഹ്നമാണ്. പിന്നെ ആശ്ചര്യ ചിഹ്നം അല്ലെങ്കിൽ വിക്ഷേപണി അല്ലെങ്കിൽ വ്യാക്ഷേപക ചിഹ്നം അല്ലെങ്കിൽ സ്തോത ചിഹ്നം എന്നൊക്കെ പറയുന്ന എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടല്ലോ, ആ സാധനം അല്ലേ. നമ്മുടെ ഒരു കുത്തിട്ട് ചാടിയിൽ ഒരു വരയിട്ടൊരു കുത്തിടത്തില്ലേ, ഹായ് മനോഹരമായ പുഷ്പം എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. അപ്പൊ ഈ ഹായ് എന്ന് കഴിഞ്ഞിട്ട് ഈ കുത്തിടും, ഹായ് പിന്നെ ഒരു കുത്തിടും. എന്നിട്ടാണ് പിന്നെ എത്ര മനോഹരമായ പുഷ്പം, കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതത്തില്ലേ. അപ്പൊ കുത്തിടണം. ഓക്കെ, അതാണ് എക്സ്ക്ലമേറ്ററി. ആശ്ചര്യ ചിഹ്നം, വിക്ഷേപണി അല്ലെങ്കിൽ വിക്ഷേപ ചിഹ്നം അല്ലെങ്കിൽ സ്തോഭ ചിഹ്നം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ബിന്ദു, ഉദ്ധരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ മാർക്ക്. പിന്നെ വിശ്ലേഷണം, അപ്പോസ്ട്രഫി എന്ന് വെച്ചാൽ അപ്പോസ്ട്രഫിയാണ്, അല്ലെങ്കിൽ ലുപ്ത ചിഹ്നം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വിളിക്കാറുണ്ട്. പിന്നെ ബ്രാക്കറ്റ്, വലയം, ആവരണം എന്നൊക്കെ പറയുന്ന. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്, കോഷ്ടം, ഡാഷ്, രേഖ, ഹൈഫൺ, ശൃംഖല. പിന്നെ നമ്മുടെ ഹംസവാദം എന്ന് പറയുന്ന ഭാഗമുണ്ട്. നമ്മളതിനെ നമ്മളിപ്പം എക്സാമ്പിളെ ഹംസവാദം വെച്ചാൽ പാടിനി എന്നൊക്കെ നമ്മൾ പറയും. പാടിനി എപ്പോഴും ചോദിക്കുന്നതാണ്. പാടിനി
പാടിനി. അതായത് നമ്മളൊരു വാക്ക് എഴുതുമ്പോഴത്തേക്ക് ഇപ്പൊ എക്സാമ്പിൾ മാനവൻ എന്ന് നിങ്ങളോട് പരീക്ഷ നിങ്ങൾ എഴുതും. മാനവൻ എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ട് മാനവനെ മാനൻ എന്ന് എഴുതും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാനൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ തെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ഇങ്ങനെ ഒരു ചിഹ്നം കൊടുത്തിട്ട് ഇവിടെ വാ എഴുതത്തില്ലേ? അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഈ ചിഹ്നത്തെ വിളിക്കുന്ന പേരാണ് പാഠിനി, ഹംസപാദം ഓക്കെ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ പ്രശ്ലേഷം. പ്രശ്ലേഷം വെച്ചാൽ അത് സംസ്കൃതത്തിലാണ് പ്രശ്ലേഷം ഉപയോഗിക്കുന്നത്. പ്രശ്ലേഷം വെച്ച് ഇങ്ങനെ ഒരു ടേം, ഇങ്ങനെ ഒരു ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് സംസ്കൃതത്തിലാണ് നമ്മൾ ഈ പ്രശ്ലേഷം എന്ന് പറയുന്ന ചിഹ്നം ഇത് ഉപയോഗിക്കുന്നത്. സംസ്കൃതത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ആ, എ, ഓ ഈ അക്ഷരങ്ങള് സാധാരണ ഇത് നീട്ടി, ഇത് ഇത്രയേ ഉള്ളൂ. എ, ഓ ഇത്രയേ ഉള്ളൂ. ഇത് നീട്ടി ഉച്ചാരണം ഇല്ല. പക്ഷെ ഇത് നീട്ടി ഉച്ചരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രശ്ലേഷം ഉപയോഗിക്കാറുണ്ട്. അത് എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അതായിരിക്കണം ബ്രാഹ്മണോഹം, നോ ബ്രാഹ്മണോഹം എന്ന് എഴുതിയാൽ മതി. ഉച്ചരിക്കാൻ പറ്റുന്ന ഇവിടെ ഈ സംസ്കൃതത്തിൽ ഇങ്ങനെ ഇവിടെ ഇടും. അതിന്റെ അർത്ഥം നീട്ടി ഉച്ചരിക്കുക ബ്രാഹ്മണോഹം. പിന്നെ ഉള്ളത് കർണരേഖ അല്ലെങ്കിൽ സ്ലാഷ്, ചരിവ് വരെ എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കണം. പിന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാക്യ വിഭാഗം എന്ന് പറഞ്ഞിട്ട് വാക്യഭേദ്, ശബ്ദഭേദം എന്ന് പറഞ്ഞ് നമ്മൾ ഹിന്ദി പഠിക്കും. അതുപോലെ ഇവിടെയും വാക്യ വിഭാഗം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഈ വാക്യ വിഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ട നിർദ്ദേശക വാക്യം, നിയോജക വാക്യം, അനുയോജിക വാക്യം, വേക്ഷേപക വാക്യം, അംഗവാക്യം, അങ്കിവാക്യം ഇങ്ങനെ തരംതിരിച്ച് പഠിക്കണം. അതുകൂടാതെ ഈ വാക്യങ്ങളെ തന്നെ ആശയ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും 3 തരംതിരിച്ച് പഠിക്കാറുണ്ട്. ചൂർണിക, കേവലവാക്യം, പിന്നെ മിശ്രവാക്യം, സങ്കീർണവാക്യം, അല്ലെങ്കിൽ യൗകികം, മഹാവാക്യം. യൗകികമൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, മഹാവാക്യം ചോദിക്കും. പിന്നെ അവിടെ പഠിക്കണം തൽഭവം പഠിക്കണം, തത്സമം പഠിക്കണം അല്ലെ? ഹിന്ദിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. തദ്ഭവമുണ്ട്, തൽഭവമുണ്ട്, തത്സമമുണ്ട്. തത്സമമുണ്ട്. ഇഷ്ടംപോലെ ചോദിക്കണം തൽഭവം തത്സമം എന്ന് പറയുന്നത്. അതായത് എന്താണ് തൽഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. എന്താണ്? അന്യഭാഷ പദങ്ങളെ രൂപ വ്യത്യാസത്തോടെ മറ്റേ ഭാഷയിൽ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ തൽഭവം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ, കണ്ണൻ, ശൃംഖല, ശങ്കല, സീത, ചീത, പട്ടർ ഇങ്ങനെ പറയത്തില്ലേ? അപ്പൊ തത്സമം എന്ന് പറയുമ്പോൾ അന്യഭാഷ പദം മറ്റൊരു ഭാഷയിൽ ഉപയോഗിക്കുന്നതിനാണ്. ഓക്കെ, ഇപ്പൊ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃതമാണ് അല്ലെ? അത് സംസ്കൃതം. പക്ഷെ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ മുഖത്തിന് മൂഞ്ചി, മുഞ്ഞി അല്ലെ? മുഖം, ആനനം, ആസ്യം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ? അപ്പൊ ബാക്കി എന്ന് പറയുന്നത് അറബി വാക്കാണ്. ബാക്കി അല്ലെ? ഇതൊരു തത്സമമാണ്. ബാക്കി. മിഠായി എന്ന് പറയുന്നത് ഇതൊരു ഹിന്ദി വേർഡാണ്. ഹാജർ എന്ന് പറയുന്നത് അറബി വേർഡ്. ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ തത്സമവും തൽഭവവും പഠിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ബാക്കിയുള്ള മലയാള വ്യാകരണത്തിന്റെ കുറെ എക്സ്ട്രാ ഫാക്ട്സും കൂടി അവിടെ ഡീറ്റെയിൽ ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് വരുന്നത്. പിന്നെ കുറച്ച് വൊക്കാബുലറി ഉണ്ട് വരുന്നത്. വിലോം ശബ്ദ് കേട്ടോ, ഹിന്ദിയിൽ വിലോം ശബ്ദം പഠിക്കത്തില്ലേ? അപ്പൊ വിപരീത പദങ്ങൾ പഠിക്കണം. പിന്നെ പദശുദ്ധി ചിലപ്പോൾ ചോദിക്കും, പദശുദ്ധി ഉണ്ട്. പിന്നെ ശൈലികൾ, ഇഡിയംസ്, ശൈലികൾ പഠിക്കണം. പഴഞ്ചൊല്ലുകൾ പഠിക്കണം. പിന്നെ അർത്ഥവ്യത്യാസം പഠിക്കണം. ഭാഷാപ്രയോഗം പഠിക്കണം. പിന്നെ ഒറ്റപ്പദം, പിരിച്ചെടുത്ത് നമ്മൾ സന്ധിയിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. നമുക്ക് KVS NVS മലയാളം നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് തിരഞ്ഞെടുത്താൽ പഠിക്കേണ്ടി വരുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓട്ടിച്ചൊന്ന് പറഞ്ഞതാണ്. സമയം ശുഷ്കിച്ച് ഓട്ടിച്ചൊന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഹിന്ദിയിലാകുമ്പോഴും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് വരുന്നത്. ഹിന്ദിയിലും പഠിക്കാനുള്ളത്. ഹിന്ദി തിരഞ്ഞെടുക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, ജനറൽ ഗ്രാമർ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷിൽ എന്ത് പഠിക്കണം, ഹിന്ദിക്ക് എന്ത് പഠിക്കണം, ICTക്ക് എന്ത് പഠിക്കണം, ജനറൽ അഫയേഴ്സിൽ എന്ത് പഠിക്കണം, കറണ്ട് അഫയേഴ്സിൽ എന്ത് പഠിക്കണം, റീസണിംഗ് എന്താണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ മാത്സിൽ എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ഇതിന്റെ ബാക്കിൽ നിന്ന് അടുത്ത വീഡിയോ ടയർ 1 നമ്മുടെ ഹോൾ സിലബസ് ഡിസ്ക്രൈബ് ചെയ്തുള്ള വീഡിയോയും വരുന്നുണ്ട്. ഓക്കെ, അതും ജസ്റ്റ് കാണുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് 77 36 75 04 73 പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപേക്ഷ അയക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ ടെലഗ്രാം ചാനൽ, വാട്സ്ആപ്പ് ചാനൽ, നമ്മുടെ KVS NVS ഗ്രൂപ്പ്, EMRS കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുന്നവർക്കും ജോയിൻ ചെയ്യാം. EMRS ക്ലാസ്സുകളൊക്കെ പക്കയായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അതിനോടൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.